ഹായ് മക്കളെ, നാളെയാണ് നമ്മുടെ ഫിസിക്സ് പരീക്ഷ. സോ നിങ്ങൾ എല്ലാവരും പഠനത്തിരക്കിലാണെന്ന് എനിക്കറിയാം. സോ എല്ലാവരും ഉറപ്പിച്ചു പഠിച്ചിട്ട് പോകേണ്ട 3 മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ ആണ് ഈ ഒരു വീഡിയോയ്ക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ പറയുന്ന ഡെറിവേഷൻസ് ഇല്ലാത്ത ചോദ്യ പേപ്പറുകൾ ഇല്ല എന്ന് തന്നെ പറയാം. ഒട്ടും ഡിലേ ആക്കാതെ തന്നെ നമുക്ക് ആ ചോദ്യങ്ങളിലോട്ട് കടക്കാം. മക്കളെ ബായോ. സോ ആദ്യത്തെ ചോദ്യം, ഇത്തരം ഒരു ചോദ്യം എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ 1 ഡയമെൻഷണൽ മോഷൻ അല്ലെങ്കിൽ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ഇത്തരം ഒരു ചോദ്യം നിങ്ങളുടെ പരീക്ഷയിൽ വരാറ്. 3 മാർക്കാണ് ഈ ഒരു ചോദ്യത്തിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. അതായത് ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് നമ്മുടെ കൈനമാറ്റിക് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് ചോദിക്കുക. അത് വ്യത്യസ്തമായ 3 ഇക്വേഷൻസ് എന്റെ മക്കൾക്ക് അറിയാം. അതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ച് കാണാറുള്ളത് ഈ ഒരു ഇക്വേഷൻ ആണ്. S = ut plus half at² എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ ആണ് ഏറ്റവും കൂടുതൽ പരീക്ഷകളിൽ ഡിറൈവ് ചെയ്യാൻ നമ്മളോട് ചോദിക്കാറ്. സോ 3 മാർക്കാണ് ഈ ഒരു ചോദ്യത്തിന്റെ വെയിറ്റേജ്. സോ നമ്മൾ ജസ്റ്റ് ഈ ഒരു ഇക്വേഷനിൽ മാത്രം സ്ട്രെസ്ഫുൾ ആയി നിൽക്കുന്നില്ല, ആ 3 കൈനമാറ്റിക് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവാണ്. ഏതൊക്കെയാണ് മക്കളെ ആ 3 ഇക്വേഷൻ? ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ v = u plus at, രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഈ S = ut plus half at², മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ v² = u² plus 2as. ഈ 3 കൈനമാറ്റിക് ഇക്വേഷൻസും ഗ്രാഫിക്കൽ മെത്തേഡിലൂടെ നമ്മൾ ഇപ്പോൾ ഡിറൈവ് ചെയ്ത് പഠിക്കുകയാണ്. തയ്യാറല്ലടാ മക്കളെ? സോ നമുക്ക് ഒന്നാമത്തെ ഡെറിവേഷൻ ആണിത്. കമോൺ ഗൈസ്. സോ ഇതാണ് നമ്മുടെ ഗ്രാഫ്. നിങ്ങൾ എല്ലാവരും ഈ ഒരു ഗ്രാഫ് വരയ്ക്കാൻ ഉറപ്പായും പഠിച്ചിരിക്കണം. ഇതൊരു ആക്സിലറേറ്റഡ് മോഷന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. ഇതൊരു യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. നോക്കടാ, ടൈം അലോങ് എക്സ് ആക്സിസ് ആണ്, വെലോസിറ്റി അലോങ് വൈ ആക്സിസ് ആണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു വസ്തുവിന് ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്. നോക്കടാ, u എന്ന് പറയുന്ന ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്. സോ യൂണിഫോംലി ആക്സിലറേറ്റഡ് ആയത് കാരണം ഗ്രാഫ് എങ്ങനെ വരും? സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരും. ഇനി ഇവിടെ നോക്കടാ, ഇത് ഇനീഷ്യൽ വെലോസിറ്റി ആണ്, ഇതിവിടെ കാണിച്ചിരിക്കുന്നതാണ് ഫൈനൽ വെലോസിറ്റി ആണ്. നമുക്ക് ആ ഗ്രാഫിന്റെ ഫീച്ചേഴ്സ് ആണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ പറയുന്ന ടൈം, ഒരു പ്രോപ്പർ ടൈം നമ്മൾ കൺസിഡർ ചെയ്യാണ്. അതാണ് താഴെ ടി എന്ന് പറഞ്ഞ് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. എന്തിനാണ് സാറേ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്? ഈ ട്രയാങ്കിൾ സൂചിപ്പിക്കുന്നത് സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് കണ്ടുപിടിക്കാനാണ്. മക്കളെ നിങ്ങൾ പറയടാ, എന്താണ് വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്? വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താണ് മക്കളെ? ആക്സിലറേഷൻ അല്ലടാ, ആക്സിലറേഷൻ അല്ലടാ. യെസ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സോ അതിലോട്ടാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. നമ്മളിപ്പോ ആദ്യം ഡിറൈവ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ v = u plus at ആണ്. ക്ലിയർ? v = u plus at എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് നമ്മൾ ഇനീഷ്യലി തന്നെ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. റൈറ്റ്? സോ ഈ സ്ലോപ്പിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം മക്കളെ. വാടാ, സ്ലോപ്പ് ഈക്വൽ ടു എന്താണ്? സ്ലോപ്പ് ആക്സിലറേഷൻ തുല്യമാണ്. ഇവിടെ സ്ലോപ്പ് എന്തായിരിക്കും? സ്ലോപ്പിന്റെ ജനറൽ ഇക്വേഷൻ പറയടാ മക്കളെ, dy/dx. സോ ഇവിടെ y നോക്കടാ, ഇതാണ് നമ്മുടെ y എന്ന് പറയുന്നത്. അത് നമുക്ക് എങ്ങനെ എഴുതാം നോക്കടാ മക്കളെ? യെസ്, v - u എന്ന് എഴുതാലോടാ. v - u എന്ന് ഫൈനലി എന്താണ്? ഫൈനൽ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി. ഇതാണ് നമ്മൾ സ്ലോപ്പ് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. സോ dy എന്ന് പറയുന്ന y ആക്സിസിലുള്ള വേരിയേഷൻ നമുക്ക് എന്ത് എഴുതാം? v - u എന്ന് എഴുതാം. dx, x ലുള്ള വേരിയേഷൻ എന്തിനു തുല്യമാണ്? ഈ t - 0 അഥവാ ടിക്ക് തുല്യമല്ലടാ. സോ t - 0 കൊടുക്കുന്നില്ല, t എന്ന് കൊടുക്കുന്നുണ്ട്. ക്ലിയർ? സോ ഈ പറയുന്ന വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആക്സിലറേഷൻ ഈക്വൽ അല്ലേ? സോ a = v - u/t എന്ന് എഴുതാം. a = v - u/t. ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. അതായത് v - u = at എന്ന് വരും, v = u plus at എന്ന് വരും. സിമ്പിൾ അല്ലടാ മക്കളെ? കാര്യം വൃത്തിയായി തന്നെ എല്ലാ മക്കൾക്കും മനസ്സിലായില്ലേ? 3 മാർക്കാണ് ഈ ഒരു നിസാര ഗ്രാഫ് വരച്ച് ഈ ഒരു കാര്യം ഡിറൈവ് ചെയ്യാൻ നിങ്ങളോട് പരീക്ഷയിൽ ചോദിക്കാറ്. സോ വളരെ സിമ്പിൾ ആണ്. ഒന്നുകൂടി സാറ് പറഞ്ഞുതരാം. ഗ്രാഫ് വൃത്തിയായി നിങ്ങൾ പഠിക്കുക. എക്സ് ആക്സിൽ ടൈം ആണ്, വൈ ആക്സിൽ വെലോസിറ്റി ആണ്. സോ ഒരു ഇനീഷ്യൽ വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. സോ യു ആണ് ഇനീഷ്യൽ വെലോസിറ്റി, വി ആണ് ഫൈനൽ വെലോസിറ്റി. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ dy/dx ആണ്. ഇവിടെ y കമ്പോണന്റ് എന്താണ്? v - u ആണ്. x എന്താണ് നോക്കടാ? t - 0 അഥവാ t ആണ്. സോ v - u/t എന്ന് വരും. സോ v - u = at എന്ന് വരും, v = u plus at എന്ന് വരും. സെറ്റ് അല്ല മക്കളെ? കാര്യം വൃത്തിയായി കോൺഫിഡന്റ് ആയി എന്റെ മക്കൾക്ക് മനസ്സിലായില്ലടാ? യാതൊരുവിധ സംശയവുമില്ലാലോ? അടുത്ത ഇതേപോലെ തന്നെ നെക്സ്റ്റ് വൺ നമുക്ക് ഡിറൈവ് ചെയ്യാം. പക്ഷെ അതിന് നമുക്ക് എന്ത് വേണം? ഈ ഒരു പടം നമുക്ക് ആവശ്യമുണ്ട്. സോ ഈ ഒരു ചിത്രം നമുക്ക് എന്താണ് മക്കളെ? നമുക്ക് ഈ ചിത്രം നമുക്ക് ആവശ്യമുണ്ട്. സോ അതിനാൽ തന്നെ ഈ ഒരു ഡയഗ്രാം നമ്മൾ എടുക്കുവാണ്. നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് കിടക്കാം. റൈറ്റ്? നെക്സ്റ്റ് സ്ലൈഡ്. അതിൽ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകും നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ ആയി s = ut plus half at² ആണ്. നോക്കണം മക്കളെ, s = ut plus half
AT² ആണ് നമ്മൾ അടുത്തതായിട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അത് ഡിറൈവ് ചെയ്യണമെങ്കിൽ ഈ ഒരു പോർഷൻ മാത്രം പോരാ. നമുക്ക് നോക്കണം, ഇവിടെ നമുക്ക് രണ്ട് പോർഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവാണ് മക്കളെ, ശ്രദ്ധിക്കുക. ഇതിന്റെ ഫസ്റ്റ് പോർഷൻ ആണ് ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്, സെക്കൻഡ് പോർഷൻ ആണ് സാർ ഈ ഹൊറിസോണ്ടലി ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ? ഈ രണ്ട് പോർഷൻ നമുക്ക്, ഇത് ഫസ്റ്റ് പോർഷൻ, ഇത് സെക്കൻഡ് പോർഷൻ, ഈ രണ്ട് പോർഷൻ നമുക്ക് ആവശ്യമുണ്ട്. എന്തിനാണ് ഈ പോർഷൻ കണ്ടുപിടിക്കുന്നത്? ഈ പോർഷന്റെ ഏരിയ നമ്മൾ എന്തിനു കണ്ടുപിടിക്കണം മക്കളെ, നിങ്ങളൊന്ന് പറയണം. എന്താണ് വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ അണ്ടർ ദ ഗ്രാഫ്? ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്താണ് മക്കളെ? അത് ഡിസ്പ്ലേസ്മെന്റിന് ഈക്വൽ ആണ്. ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഗീവ്സ് ദ ഡിസ്പ്ലേസ്മെന്റ്. സോ നമുക്ക് കണ്ടുപിടിക്കാം. സോ ഏരിയ, ഈ ഒരു ഇക്വേഷൻ നമ്മൾ യെല്ലോ കളറിൽ ഷെയ്ഡ് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കുക. സോ ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന. ഏരിയ എന്തിന് ഈക്വൽ ആണ് മക്കളെ? ഡിസ്പ്ലേസ്മെന്റിന് ഈക്വൽ ആണ്. സോ എസ് അഥവാ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു, ഇവിടെ ഏതൊക്കെ പോർഷന്റെ ഏരിയ കണ്ടുപിടിക്കണം? രണ്ട് പോർഷന്റെ ഏരിയയും നമ്മൾ കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് പോർഷൻ പ്ലസ് സെക്കൻഡ് പോർഷൻ നമ്മൾ ചെയ്യണം. ക്ലിയർ അല്ലടാ? സോ A1 പ്ലസ് A2 എന്ന് എഴുതാം. സോ എസ് ഈക്വൽ ടു A1 എന്താണ് മക്കളെ? A1 എന്തായിട്ട് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷൻ എടുക്കാം. എന്താണ് കുറച്ചുകൂടി എളുപ്പം? നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ കൺവീനിയന്റ് ആയിട്ട് എടുക്കാം. ശരി, നമുക്ക് ഈ പോർഷൻ എടുക്കാം. എന്താണ്? ഇതൊരു ട്രയാങ്കിൾ ആണ് ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത്. ശരിയല്ലേ? ഒരു ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിന്റെ ഏരിയ എന്താണ് മക്കളെ? ഹാഫ് BH ആണ്. ശരിയല്ലേ? ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് BH ആണ്. എല്ലാ മക്കൾക്കും അറിയാം. ഇവിടെ ബേസ് എന്താണപ്പ? ബേസ് ഇവിടെ എന്തിന് ഈക്വൽ ആണ്? Tക്ക് ഈക്വൽ ആണ്. സോ 1/2 ഇൻറ്റു T ഇൻറ്റു H. ഉയരം എന്തിന് ഈക്വൽ ആണ്? V മൈനസ് U ക്ക് ഈക്വൽ ആണ്. V മൈനസ് U. സോ V മൈനസ് U പ്ലസ് അടുത്തത് ഇതെന്താണ് മക്കൾ? ഇത് റെക്ടാങ്കിൾ ആണ്. ഇതിന്റെ ഏരിയ എന്താണ്? റെക്ടാങ്കിളിന്റെ ഏരിയ എല്ലാ മക്കൾക്കും അറിയാം. റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് വെച്ചാൽ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഇവിടെ ലെങ്ത് എന്തിന് ഈക്വൽ ആണ്? Tക്ക് ഈക്വൽ ആണ്. ബ്രെഡ്ത്ത് എന്തിന് ഈക്വൽ ആണ്? U ക്ക് ഈക്വൽ ആണ്. സോ എന്ത് എഴുതാം? UT എന്ന് എഴുതാം. UT. ഇതിന് ഞാൻ കുറച്ചുകൂടി നമ്മുടെ എക്സാക്ട് ഫോമാറ്റിലോട്ട് വരാൻ ആദ്യം UT എടുത്ത് എഴുതുന്നുണ്ട് കേട്ടോ. സോ S ഈക്വൽ ടു UT പ്ലസ് ഹാഫ് T ഇൻറ്റു V മൈനസ് U. ക്ലിയർ അല്ലേ മക്കളെ? ഇനി അടുത്തൊരു സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സെക്കൻഡ് ഇക്വേഷനിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഞാൻ T വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ്. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഞാൻ T വെച്ച് എന്ത് ചെയ്യാൻ പോവാണ് മക്കളെ? മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. സോ ഇക്വേഷൻ എങ്ങനെ മാറും? S ഈക്വൽ ടു UT പ്ലസ്, ഫസ്റ്റ് ടേമിനെ നമ്മൾ തൊടുന്നില്ല, സെക്കൻഡ് ടേമിലാണ് ഈ ഒരു മാറ്റം വരുത്താൻ പോകുന്നത്. സെക്കൻഡ് ടേം ശ്രദ്ധിക്കുക, ഹാഫ് ന്യൂമറേറ്ററിൽ T വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. സോ T ഇൻറ്റു T എന്ത് വരും മക്കളെ? T² ഇൻറ്റു V മൈനസ് U. ഡിനോമിനേറ്ററിൽ T വെച്ച് ഡിവൈഡ് ചെയ്യണ്ടേ. സോ ഡിവൈഡഡ് ബൈ T. ക്ലിയർ അല്ലേ മക്കളെ? കാര്യം വൃത്തിയായി മനസ്സിലായോടാ? ഇനി പറയടാ, V മൈനസ് U ബൈ T എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്താണ് മക്കളെ? ആക്സിലറേഷൻ അല്ലടാ, ആക്സിലറേഷൻ അല്ലടാ. സോ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? A എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ S ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT² എന്ന് വരും. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യത ഈ പറയുന്ന രണ്ടാമത്തെ ഇക്വേഷൻ ആണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ക്ലിയർ അല്ലേ മക്കളെ? കാര്യം വൃത്തിയായി തന്നെ മനസ്സിലായില്ലടാ? ഇതിന് 3 മാർക്കാണ് വെയിറ്റേജ്. ഇനി നമുക്ക് അടുത്തതിലോട്ട് കിടക്കാം. നെക്സ്റ്റ് വൺ. അതിന് നമുക്ക് അതേ പടം ആവശ്യമുണ്ട്. മൂന്നാമത്തെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനും ഈ ഒരു പടം നമുക്ക് ആവശ്യമുണ്ട്. എന്നാൽ ഈ മൂന്നാമത്തെ ഇക്വേഷനിൽ നമ്മൾ കംപ്ലീറ്റ് ഏരിയ, ടോട്ടൽ ഏരിയ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഒരു കോർഡിനേറ്ററിന്റെ ടോട്ടൽ ഏരിയ ഒരുമിച്ച് കണ്ടുപിടിക്കാൻ പോവാണ്. സെപ്പറേറ്റ് ആയിട്ടല്ല, ഒരുമിച്ച് കംപ്ലീറ്റ് ഏരിയ കണ്ടുപിടിക്കാൻ പോവാണ്. സെപ്പറേറ്റ്ലി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് S ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT² ആണ്. ഇപ്പൊ നമ്മൾ കംപ്ലീറ്റ്ലി കണ്ടുപിടിക്കാൻ പോവാണ്. എന്താണ് മക്കളെ ഒരു കോർഡിനേറ്ററിന്റെ ഈ ഒരു കംപ്ലീറ്റ് ഏരിയ, ഒരു ട്രപ്പീസിയത്തിന്റെ കംപ്ലീറ്റ് ഏരിയ എന്ന് പറയുന്നത്? പറയണം. യെസ്, ഏരിയ ഈക്വൽ ടു 1/2 ഇൻറ്റു A പ്ലസ് B ഇൻറ്റു H. നോക്കണം, A പ്ലസ് B ഇൻറ്റു H. ഇതാണ് നമ്മുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. എന്താണ് A, എന്താണ് B, എന്താണ് H എന്ന് എന്റെ മക്കൾക്ക് പറഞ്ഞു തരാം. ശ്രദ്ധിച്ചു മനസ്സിലാക്കുക. സോ ഇവിടെ ഏരിയ എന്ത് തന്നെയായിരിക്കും തരിക? അതിൽ മക്കൾക്ക് യാതൊരുവിധ സംശയവും വേണ്ട. ഏരിയ ഗീവ്സ് ദ ഡിസ്പ്ലേസ്മെന്റ്. ഏരിയ എന്ത് തന്നെയായിരിക്കും തരിക? ഡിസ്പ്ലേസ്മെന്റ് തന്നെയാണ്. സോ S ഈക്വൽ, നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ V² ഈക്വൽ ടു U² പ്ലസ് 2AS ആണ് മക്കളെ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സെറ്റ്. ഓക്കെ, ഫൈൻ. ഇനി നമ്മൾ ഓരോ കാര്യങ്ങളായി മനസ്സിലാക്കി എടുക്കാൻ പോവാണ്. ശ്രദ്ധിച്ചിരിക്കാം മക്കളെ. സോ ആദ്യം ഈ പറഞ്ഞ ഏരിയയുടെ ഇക്വേഷൻ. സോ S ഈക്വൽ ടു ഹാഫ് A പ്ലസ് B ആണ് മക്കളെ. A പ്ലസ് B ആണ്. A എന്ന് പറഞ്ഞാൽ ഒരു വശം. സോ അതെന്താണ്? U ആയിട്ട് എടുക്കാം. അടുത്ത വശം അതെന്താണ്? V ആയിരിക്കും. ക്ലിയർ അല്ലടാ? സോ U പ്ലസ് V ഇൻറ്റു H. H എന്ന് പറഞ്ഞാൽ ഇവ രണ്ടും തമ്മിലുള്ള ദൂരമാണ് മക്കളെ നമ്മൾ എന്തായിട്ട് എടുക്കുക? H ആയിട്ട് എടുക്കുക. ഇവ രണ്ടും തമ്മിലുള്ള ദൂരമാണ് H ആയിട്ട് എടുക്കുക. ഈ രണ്ട് വശങ്ങൾ തമ്മിലുള്ള ദൂരമാണ് എന്തായിട്ട് എടുക്കുക? H ആയിട്ട് എടുക്കുക. സോ H ഇവിടെ എന്തിന് ഈക്വൽ ആണ്? Tക്ക് ഈക്വൽ ആണ്. നോക്കണം,
എ എന്ന് പറഞ്ഞാൽ ഒരു വശം, ബി എന്ന് പറഞ്ഞാൽ അടുത്ത വശം, എച്ച് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വശങ്ങൾ തമ്മിലുള്ള ദൂരമാണ് എച്ച് ആയിട്ട് നമ്മൾ എടുക്കുക. ക്ലിയർ അല്ലേ മക്കളെ? കാര്യം വൃത്തിയായി മനസ്സിലായില്ലടാ? റൈറ്റ്. ഇനി എന്റെ മക്കൾ പറയും, നമുക്കറിയാം v ഈക്വൽ ടു യു പ്ലസ് എ ടി ആണ്. v ഈക്വൽ ടു യു പ്ലസ് എ ടി ആണ്. അങ്ങനെയാണെങ്കിൽ എ ടി ഈക്വൽ ടു എന്ത് വരും? v മൈനസ് യു എന്ന് വരും. ടി ഈക്വൽ ടു എന്ത് വരും? v മൈനസ് യു ബൈ എ എന്ന് വരും. ഇത്രയും കാര്യം അറിയാലോ. ഇവിടെ ഒരു ടി കിടപ്പില്ലടാ, അതിനകത്ത് ഈ പറയുന്ന v മൈനസ് യു ബൈ എ നമുക്ക് റീപ്ലേസ് ചെയ്യാം. വായോ മക്കളെ? സോ എസ് ഈക്വൽ ടു ഹാഫ് യു പ്ലസ് വി, അതുപോലെ തന്നെ എഴുതി യു പ്ലസ് വി. ടിക്ക് പകരം എന്ത് കൊടുക്കാം? v മൈനസ് യു ബൈ എ എന്ന് കൊടുക്കാം. ക്ലിയർ അല്ല മക്കളെ? കാര്യം വൃത്തിയായി മനസ്സിലായോടാ? സോ എസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ശരിയല്ലേ? സോ വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു എന്ത് വരും? വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്ത് വരും? ഒരു എ വരും. ഡിവൈഡഡ് ബൈ എ എന്ന് വരും. ക്ലിയർ അല്ലേ? ഇത് ഒന്നുകൂടി ഭംഗിയാക്കി എഴുതുവാണ്. സോ എസ് ഈക്വൽ ടു, മക്കളെ ശ്രദ്ധിക്കുക, എസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2a. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി ചെറുതാക്കാം. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു 2as. ഈ പറയുന്ന 2a നെ ഞാൻ ഇങ്ങോട്ട് എടുത്തു. സോ 2as. അങ്ങനെയാണെങ്കിൽ ഫൈനൽ ഇക്വേഷൻ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ക്ലിയർ അല്ല മക്കളെ? കാര്യം വൃത്തിയായി മനസ്സിലായോ? ഇതിൽ ഏത് വേണമെങ്കിലും പരീക്ഷയിൽ ചോദിക്കാം. ഏത് ചോദിച്ചാലും 3 മാർക്ക് ഗ്യാരണ്ടീഡ് ആണ്, ഉറപ്പാണ്. ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് തന്നെയാണ് ചോദ്യം നിങ്ങളുടെ പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ളത്. സോ 3ഉം സെറ്റ് അല്ലടാ മക്കളെ? പരീക്ഷയിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ 3 മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡെറിവേഷൻസ് നമ്മൾ നോക്കി. മക്കളെ നമ്മൾ 3 മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡെറിവേഷൻസും പഠിച്ച് തകർത്ത് കഴിഞ്ഞു. സോ ഉറപ്പാണ് മക്കളെ, ഈ 3ൽ ഏതെങ്കിലും ഒന്ന് 100% ഉറപ്പാണ് നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ. സോ പല മക്കളുടെയും പ്രശ്നമാണ് ഡെറിവേഷൻസ് പഠിക്കുക എന്നുള്ളത്. സോ എന്നാൽ ഡെറിവേഷൻസ് എല്ലാം എത്ര ലളിതമായി തന്നെയാണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് +1 ഫിസിക്സിൽ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ചോദിക്കുന്ന എല്ലാ ചാപ്റ്റേഴ്സിലെ മുഴുവൻ ഡെറിവേഷൻസും തകർത്ത് പഠിക്കാൻ പറ്റും. സോ അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, സൈലത്തിന്റെ ഇന്ന് രാത്രി കൃത്യം 7 മണിക്കുള്ള മെഗാ മാരത്തോൺ ലൈവിൽ വന്നിരിക്കണം. മുഴുവൻ ചാപ്റ്റേഴ്സിലെ മുഴുവൻ കൺസെപ്റ്റുകളും മുഴുവൻ ഡെറിവേഷൻസും സെറ്റ് ആക്കി കയ്യിൽ തരാം മക്കളെ. സോ നമുക്കിനി മുഴുവൻ A+ അല്ല വേണ്ടത്, മുഴുവൻ മാർക്കാണ് വേണ്ടത്. ഫിസിക്സ് സൈലം ഏറ്റു, അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും സൈലം ഏറ്റു മക്കളെ. സോ എല്ലാവരും ഇന്ന് രാത്രി കൃത്യം 7 മണിക്കുള്ള നമ്മുടെ മെഗാ മാരത്തോൺ ലൈവിൽ വരണം. സോ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും പോയി ലൈക്ക് ചെയ്യുക, ഒന്ന് നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക മക്കളെ. സോ കൃത്യസമയത്ത് വരണേ, തകർത്തെടുക്കാം നമുക്ക്.